സൈക്കിളിൽ പാരീസിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന മലയാളി അരുൺ തഥാഗത് ഒമാനിലെത്തി. 2024 ജൂലൈ 26 ഒളിമ്പിക്സ് വേദിയിൽ നിന്നാണ് യാത്രയുടെ തുടക്കം. സൈക്ലിംഗിലൂടെ ലോകം കാണുന്ന അരുണിന് മസ്കറ്റ് റൂവി മലയാളി അസോസിയേഷൻ സ്വീകരണം നൽകി. അതിരുകളില്ലാ ലോകം, ലോകസമാധാനം എന്ന സന്ദേശവുമായി പാരീസിൽ നിന്നും കൊച്ചിയിലേക്കുള്ള അരുൺ തഥാഗതിൻ്റെ യാത്രയാണ് ഇപ്പോൾ മസ്കത്തിലെത്തിയത്. 2024 ജൂലൈ 26 ഒളിമ്പിക്സ് വേദിയിൽ നിന്നാണ് യാത്രയുടെ തുടക്കം. 2026 ജൂലൈയിൽ കേരളത്തിൽ തിരിച്ചെത്തുക എന്നതാണ് പ്ലാൻ. മസ്കത്തിലെത്തിയ ലോകസഞ്ചാരിക്ക് റൂവി മലയാളി അസോസിയേഷൻ സ്വീകരണം നൽകി. ദീർഘനേരം RMA അംഗങ്ങളുമായി തൻ്റെ സഞ്ചാരാനുഭവങ്ങൾ അദ്ദേഹം വിവരിച്ചു. ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നതും രാജ്യാതിർത്തിക്ക് അതീതമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നതും തൻ്റെ യാത്രയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് പോകേണ്ട റോഡിന്റെ പണം, നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് പോകേണ്ട ഇൻഫ്രാസ്ട്രക്ചറിന്റെ പണമാണ് ആയുധത്തിൽ പോകുന്നത്. അതുകൊണ്ടാണ് അതിർത്തിയുള്ള ലോകം സങ്കല്പത്തിൽ യാത്രക്കുന്നത്. ലോകം എല്ലാം അങ്ങനെ മാറുകയാണ്. ഇപ്പൊ ആഫ്രിക്കൻ യൂണിയൻ ഒറ്റ വീസിയാക്കുന്നു, GCC ഇവർ ഒറ്റ വീസിയാക്കാൻ പോകുന്നു. അപ്പുറത്ത് തായ്ലൻഡ്, ആസിയാൻ ഒറ്റ വീസി, ആസിയാൻ രാജ്യങ്ങളെല്ലാം ഒറ്റ വീസിയാകുന്നു. നമുക്ക് മാറാൻ പറ്റില്ല, ലോകം മാറുകയാണ്. ആ പഴയ വൈരത്തിന്റെ കാലം കഴിഞ്ഞു. ഫൈസൽ ആലുവ അദ്ദേഹത്തെ മൊമെന്റോ നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് മധുസൂദനൻ പാരിതോഷികം നൽകി. വിഷ്ണു, ഡോക്ടർ മുജീബ് അഹമ്മദ്, ബിൻസി സിജോ, ഷാജഹാൻ ഹസൻ, സുജിത് സുഗുണൻ, സച്ചിൻ, സുജിത് പത്മകുമാർ, വിനോദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മീഡിയ 1 മസ്കത്ത്.